സംസ്ഥാനത്ത് കാട്ടാനക്കലയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് കാട്ടാന ആക്രമണത്തിൽ 65-കാരനായ പുല്ലേർക്കാട്ട് മോഹനന് ജീവൻ നഷ്ടമായത്. പുലർച്ചെ 2:45 സംഭവം. വീടിന് സമീപത്തെത്തിയ കാട്ടാനെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. മോഹനന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. അത് നടപടി തുടങ്ങിയതായി ചാലക്കുടി DFOയും അറിയിച്ചു. വനംവകുപ്പ് മന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. ഒരാഴ്ചക്കിടയിൽ മൂന്നാമത്തെ മരണമാണ് സംഭവിച്ചത്. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അടക്കം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതിന് ഒരു സംഘടിതമായ പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂ. അവിടെ ഫെൻസിങ് ഉള്ളതാണ് എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന പ്രാഥമിക റിപ്പോർട്ട്. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നതിൻ്റെ വിഷയങ്ങളാണ്. ഇതിന് പരിഹാരം കാണുക എന്നുള്ളത്. പരിഹാരം ഉണ്ടാകും. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പുതിയ ഗവൺമെൻറ് വന്ന് അവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള സമയം ഗവൺമെൻറ് തരണം. അതിനകം മനുഷ്യസഹജമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഇത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതേസമയം വയോധികന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ ഇപ്പോൾ ഹർത്താൽ നടക്കുകയാണ്. ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത നാട്ടുകാർ ഉപരോധിക്കുന്നുണ്ട്. ജെയ്സൺ ചാമവളപ്പിലുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ 14 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഇനി കിട്ടുക. അതിൽ 5 ലക്ഷം ഇന്ന് തന്നെ കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്പം സമയം തരണം എന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും നാട്ടുകാർ അടങ്ങിയിട്ടില്ല എന്നാണ്. ശക്തമായ പ്രതിഷേധമാണോ? ഇപ്പോൾ പാതയിലൂടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണോ? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? ജെയ്സൺ, അരുൺകുമാർ, ഇപ്പോൾ പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നു. മോഹനന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റോഡ് ഉപരോധവും നടക്കുകയാണ്. ചാലക്കുടി ആനമല റോഡ് ഉപരോധമാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും എല്ലാ നേതൃത്വത്തിൽ ഇപ്പോൾ ഉപരോധ സമരം തുടരുക തന്നെയാണ്. നിരന്തരമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നതാണ് പ്രധാനമായ പ്രശ്നം. ഇപ്പോൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആന കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ശാശ്വതമായ പരിഹാരം വേണം. ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം തന്നെ 2 ഭാഗങ്ങളിലും വലിയ രീതിയിൽ വാഹനത്തിന്റെ കുരുക്കൂടി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ, വാഹനങ്ങളുമായി വരുന്ന ആളുകളെ കൊണ്ട് ഇവിടെ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. പ്രതിഷേധ ഉപരോധ സമരം നമുക്ക് വാഹനങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടി ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നു നിൽക്കുന്നുണ്ട്. നിങ്ങളെ യാത്രയ്ക്ക് വന്നിരിക്കുന്നതാണോ? ഇവിടെ എന്താ സംഗതി എന്നറിയും? ആന ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉപരോധം അറിഞ്ഞില്ലായിരുന്നു. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ കോഴിക്കോട് അടിവാരത്തിന്റെ തൈവാരത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ ഇന്ന് രാവിലെ ഒരു കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ രീതിയിൽ ഉപരോധ സമരം നടക്കുന്നതുകൊണ്ട് തന്നെ വഴിയിൽ വലിയ ഗതാഗതക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തമാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ കാട്ടാനയുടെ ആക്രമണം കൊണ്ട് ഇവിടെ പൊറുതിമുട്ടിയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം ഇന്ന് കൊല്ലപ്പെട്ട മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലെല്ലാം കാട്ടാനയെ ഇവിടെ നിന്ന് ഓടിപ്പിക്കുന്നതിനൊക്കെ മുൻകൈയെടുത്ത മോഹനാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ജനങ്ങൾ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന നിലപാടാണ് പൊതുജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിഷേധ സമരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഉപരോധ സമരം നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് പോയാൽ വലിയ ക്യൂ ആയിരിക്കുന്നു. ഇവിടെ റോഡ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ തന്നെയാണ് പ്രധാനമായിട്ടും. നമ്മൾ നേരത്തെ കണ്ടത് കോഴിക്കോട് നിന്ന് വന്ന ആളുകൾ, അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വരുന്ന നിരവധി ആളുകൾ ഇപ്പോൾ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ അല്പസമയത്തിനകം തന്നെ ഉപരോധ സമരം അവസാനിപ്പിക്കാൻ പോലീസ് ഇടപെടുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഏതാണ്ട് കിലോമീറ്ററുകളോളം ഉപരോധ സമരം തുടരുകയാണ്. ഇപ്പോൾ സ്ഥലം MLA ഇവിടേക്ക് വരുന്നുണ്ട്. പ്രധാനമായും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനിയും തുടരുമെന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്ന് പുലർച്ചെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സ്ഥലം MLA അനീഷ് കുമാർ തന്നെ പറഞ്ഞത് എന്താ ഇതിൻ്റെ സ്ഥിതി? വളരെ ഭീതിജനകമായൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ ആന ഇറങ്ങി ഇപ്പോൾ നിരവധി മരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനായിട്ട്
കഴിയാത്തൊരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആന ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ആന കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ആക്രമണങ്ങളിൽ നിന്ന് ആളുകൾ രക്ഷിക്കുന്ന മോഹനൻ തന്നെയാണ് മരണത്തിന് വിധേയ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ആനയെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുക, മയക്കുവെടി വെച്ച മറ്റേതെങ്കിലും മാർഗത്തിൽ കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഗവൺമെന്റിനോട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി 1-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ യോഗം വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ട് സംസാരിച്ചു. അതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലേ? തീർച്ചയായിട്ടും വളരെ ഭീതിജനമായ സാഹചര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള അലംഭാവം ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അരുൺകുമാർ MLA സനീഷ് കുമാറാണ് പ്രതികരിച്ച് ഈ വാഹനങ്ങളിലെ വലിയ ബ്ലോക്ക് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. കിലോമീറ്ററുകളോളം യാത്രക്കാരോട് കൂടി നമുക്കൊന്ന് ചോദിക്കാം ജെയ്സൺ. അവരാരും തന്നെ ഒരുപക്ഷെ ഈ ഹർത്താൽ അറിഞ്ഞ് വന്നവരാകണമെന്നില്ല, വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണോ? എന്താണ് ഹർത്താൽ നടത്തുന്നവരുടെ ഒരു താല്പര്യം? അല്ല, സമരം അറിയില്ല. പെട്ടെന്നാണ് വരുന്ന വഴിക്കായിരുന്നു ഞങ്ങൾ മനസ്സിലായത്. സമരം എന്താണെന്ന് അറിയാം. ഒരു ആനയുടെ ഇത് പ്രശ്നം കാരണം ആനയുടെ ആക്രമണത്തിലുള്ള കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായ ആനയുടെ ആക്രമണം നടക്കുന്നുണ്ട്. അത് ശരിയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരിക്കും അല്ലേ? അതെ, ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സെന്റിമെന്റ് മനസ്സിലാവും. പക്ഷേ എന്നാലും നമ്മൾ ഈ റോഡ് ഉപരോധിക്കാന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ്. ഈ വഴിക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല എന്നറിയോ? വാഴച്ചാൽ കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നറിയോ? ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. തിരിച്ചു പോകാനാണോ? പണി നടക്കുന്നതുകൊണ്ട് വാഴച്ചാലിന് അങ്ങോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾക്ക്. മലക്കപ്പാറ തിരിച്ചു പോകേണ്ടി വരും. അരുൺകുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാഴച്ചാലിൽ വെച്ച് റോഡ് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്ന വാഴച്ചാൽ ടു മലക്കപ്പാറ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ ടൂറായിട്ട് വന്നതാണോ? അതെ. ഇവിടെ എന്തിനു സമരം എന്നറിയോ നിങ്ങൾക്ക്? ഇല്ല, അറിയില്ല. ഇവിടെ പുലർച്ചെ ഒരു കാട്ടാനായിട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കിടക്കുകയാണല്ലോ ഇവിടെ. അതെ. ഇപ്പൊ പുലർച്ചെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെ കാട്ടാനായിട്ട് ആക്രമണത്തിൽ. സമരം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലേ? ഇല്ല. അതിന് ഉപരോധം നടക്കണം. ചെയ്യുമ്പോൾ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷേ ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും നിരന്തരമായ കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ നാട്ടുകാരുടെ സ്വാഭാവികമായ പ്രതിഷേധമുണ്ടാകും. അതേസമയം യാത്രക്കാർ ഇതറിയാതെ വന്ന് കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരുടെ അവസ്ഥയും സമാനമായ സ്ഥിതി തന്നെയാണ്. എങ്കിൽ പോലും ഈ ആനയെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തി ഇന്നൊരാളെ കൊന്ന ആനയെ ഇവിടെ നമുക്ക് ജെയ്സൺ ഈ അതിരപ്പള്ളി വഴി മലക്കപ്പാറയ്ക്ക് പോകാനായിട്ട് ആരും ആ റൂട്ട് വരണ്ടെന്നാ പറയാം അല്ലേ പ്രേക്ഷകരോട്? അല്ല, സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഈ വഴിക്കുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. വാഴച്ചാലിൽ നിന്ന് വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. അവിടെ മലക്കപ്പാറയ്ക്കും അതുപോലെ തന്നെ വാഴച്ചാലിനും ഇടയിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് വാഹനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വാഴച്ചാൽ കാണാൻ വരുന്നതായിരിക്കും. വാഴച്ചാലിനും അപ്പുറത്തേക്ക് ഈ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ഇപ്പോൾ. എങ്കിൽ പോലും ആളുകൾ വാഴച്ചാലെങ്കിലും കണ്ടുപോകാമെന്ന് കരുതി വരുന്നതായിരിക്കും. ഒരു പക്ഷേ അതറിയാതെ വന്നിരിക്കും. നാം ചോദിച്ചപ്പോൾ അവർക്ക് വ്യക്തമായ ധാരണയില്ല. ശരി ജെയ്സൺ, എന്തായാലും